ഹായ്, ഹലോ, എല്ലാവർക്കും AR ട്രാവൽ ലൈഫിലേക്ക് സ്വാഗതം. ഹായ് ഗായ്സ്, ഇന്ന് എനിക്കൊരു വില്ലേജ് എന്ന് പറയുമ്പോൾ സെമി വില്ലേജാണ്. ചെറിയ ടൗൺഷിപ്പൊക്കെ ഉണ്ട് അവിടെ, പക്ഷേ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ ഞാൻ കാണിക്കുന്നത് എന്നാൽ സബർബൺ ഏരിയ, ചെറിയ രീതിയിലുള്ള ടൗണിൻ്റെ ഒരു സബർബൺ പ്രാന്തപ്രദേശം അത് ഞാൻ കാണിക്കുന്നത്. അത് ഷമാൽ റോഡിൽ എബേരിയ എന്ന് പറയും. എബേരിയ എന്ന് പറയുമ്പോൾ നിങ്ങളെ ഈ സ്ഥലത്തിനെ പറ്റി ഓർമ്മിക്കുക. ഉംസലാൽ അലി, ഉംസലാൽ മുഹമ്മദ്, ഇതിൻ്റെ ഇടയിൽ ഉംസലാൽ അലീൻ്റെയും ഉമ്മുൽ അഹമ്മദിൻ്റെ ഇടയിലാണ്, ബോർഡറിൻ്റെ ഇടയിലാണ് ഈ സ്ഥലം കിടക്കുന്നത്. ഇവിടെ ഒരു സെറ്റിൽമെൻറ്റ് ഏരിയയാണ്, പുതിയതായിട്ട് താമസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്. അപ്പോൾ ആളുകൾ വന്ന് താമസിക്കുക. അതുപോലെ തന്നെ ഇത് ഒരു വില്ലേജ് മോഡലാണ്. അതേ സ്ഥാനത്ത് പ്രാഥമികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് രണ്ടാം പാർട്ടിൽ ഞാനത് കാണിച്ചു തരുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവിധത്തിലുള്ള രീതിയിലുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ ചെറിയ ടൗണുണ്ട്. ഇവിടെ ഹെൽത്ത് സെൻ്റർ ആണെങ്കിലും അതുപോലെ എക്സ്ചേഞ്ച്, അൽമീര, പിന്നെ സൂപ്പർ മാർക്കറ്റുകൾ, റെസ്റ്റോറൻറ്റുകൾ, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഇതിനടുത്ത് കുറച്ച് കൂടെ പോവുകയാണ് ഉംസലാൽ അലി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇപ്പം ഖത്തറിന് പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ ഇത്തരം ഏരിയകൾ നമുക്ക് വലിയ പ്രാധാന്യമുള്ള ഏരിയ. ഒന്നാമത് ഇവരെ ഈ ലോക്കൽ ഒരേ ഖത്തറികളാണെങ്കിൽ ഇവിടെ താമസിക്കുക കുറച്ച് ഉൾഭാഗങ്ങളിലാണ് താമസിക്കുന്നത്. ഒരു ടൗണിലെ അത് തിരക്കിൽ നിന്നും മാറിയിട്ട് താമസിക്കാനുള്ള ഏരിയ. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതെല്ലാം സെറ്റിൽമെൻറ്റ് ഏരിയകളാണ്, പുതിയതായിട്ട് വന്ന് താമസിക്കുന്ന ഏരിയകളാണ്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെയല്ല, അത് എത്രയാണെങ്കിലും അവിടെയുള്ള സജ്ജീകരണങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. റോഡ് ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും കുറേ വികസിക്കാനുണ്ട്. ഇപ്പോൾ ഇത് കുറേ ഭാഗം മരുഭൂമിയായിട്ടൊക്കെ കിടക്കുന്ന ഭാഗമാണ്. അവിടെയെല്ലാം ഇവർ ഹൗസിങ് കോംപ്ലക്സുകൾ, ഹൗസിങ് ഏരിയകൾ ഉണ്ടാക്കിയെടുക്കാൻ, വീടുകളാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയൊരു ടൗൺ ഏരിയ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ടൗൺ ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ അത്യാവശ്യ സാധനങ്ങൾ, ഒരു ചെറിയൊരു സിറ്റിയുടെ മോഡലായിട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട്, വർക്ക്ഷോപ്പുകളുണ്ട്, എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്ന അവസ്ഥയുണ്ട്. ഈ വില്ലേജ് എന്ന് പറയുമ്പോൾ ഒരു വളരെ ശാന്തമായ പ്രകൃതി മനോഹരമായിട്ടുള്ളതാണ്. ഇപ്പോൾ കാണുന്നില്ല നിങ്ങൾ, ഇത്രയും വളരെ മനോഹരമായിട്ടാണ് എന്നുള്ളത്. ഈ വില്ലേജ് കൺസെപ്റ്റ് ആണെങ്കിലും ആളുകൾ തിങ്ങി താമസിക്കുന്നുണ്ട് ഇവിടെ. അത് ഡെൻസിറ്റി ഉണ്ട്, പോപ്പുലേഷൻ ഡെൻസിറ്റി ഇവിടെ ഉണ്ട്. പിന്നെ വീടുകളൊക്കെ വളരെ നല്ല ഭംഗിയുള്ള വീടുകളാണ്. എല്ലാം തന്നെ 2 നില 3 നിലയുള്ള വീടുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതോടനുബന്ധിച്ച് കാർ പോർച്ചുകൾ, അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ട വീടുകളാണ്. പിന്നെ ഡ്രൈനേജ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്. അപ്പോൾ ഇതിപ്പോൾ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണി നടക്കുന്ന ഒരു വീടാണ്. ഇപ്പം മതിലൊക്കെ ഇവരെങ്ങനെ കെട്ടുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അവരെ പില്ലറിട്ടിട്ട് എന്ത് ചെയ്യാണ്, ബീം ഇട്ടിട്ട് അതിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, കട്ടകൾ, മറ്റേ താബൂക്ക് എന്ന് പറയും. അത് ഈ ഉമ്മുപ്രിയ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ, ഉമ്മെന്ന് പറഞ്ഞാൽ എന്താണ്, മദർ എന്നുള്ള അർത്ഥമാണ്, അല്ല അമ്മ, മദർ എന്നുള്ള അർത്ഥമാണ്. ഈ പ്രിയ എന്ന് പറഞ്ഞാൽ ഒരു സിദർ ട്രീ ഉണ്ട്, സിദർ ട്രീ ആണ് പ്രിയ എന്ന് പറഞ്ഞത്. സിദർ ട്രീ ഇവിടെ മരുഭൂമിയിലൊക്കെ കാണുന്ന സിദർ ട്രീ ഉണ്ട്. ആ ട്രീയുടെ ഇതായിട്ടാണ് ഈ പ്രിയ എന്നുള്ള വാക്ക് വന്നത്. അപ്പം ഇതൊരു വില്ലേജായിട്ടാണ് കണക്കൂട്ടുന്നത്. പക്ഷേ ഇത് വില്ലേജും അല്ല. വില്ലേജ് ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ വില്ലേജ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ടൗണൊക്കെ ഉണ്ടാകും, ചെറിയ വില്ലേജ്, ചെറിയ ലോക്കൽ ടൗൺസൊക്കെ ഉണ്ടാവില്ല. അതുപോലുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇവിടെ ഈ ഏരിയ, ഞാനിപ്പോൾ കാണിക്കുന്ന ഏരിയ എല്ലാം കംപ്ലീറ്റ് എന്താണെന്ന്, നമുക്ക് റെസിഡൻഷ്യൽ ഏരിയകളാണ്, പാർപ്പിട സമുച്ചയങ്ങൾ. അതിൽ കൂടുതലും ലോക്കൽസ്, പിന്നെ ഇവിടെയുള്ള ആളുകളാണ് താമസിക്കുന്നത്. വിദേശികൾ കുറവാണ് ഇവിടെ. ഹൗസ് സെറ്റിൽമെൻറ്റ്, മറ്റേ വില്ലകൾ അതുപോലെ തന്നെ ഉണ്ട്. ചില ഏരിയകളിലൊക്കെ അവിടെ വന്ന് താമസിക്കുന്നുണ്ട്. പക്ഷേ ഈ ഏരിയയിലൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ലോക്കൽസാണ് താമസിക്കുന്നത്. ലോക്കൽസ് വളരെ ശാന്തമായ രീതിയിൽ അവർക്ക് താമസിക്കാനുള്ള ഇടം കണ്ടെത്തിയതാണ്. അപ്പോൾ കുറേ ഏരിയകളിൽ നിന്ന്, കുറേ ഉൾഭാഗങ്ങളിൽ നിന്ന്
വന്നവരൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ പുതിയ സെറ്റിൽമെൻറ്റ് ചെയ്തും ഒരു വീട് കെട്ടാനുള്ള പൈസയും ലോണും കാര്യമൊക്കെ ഗവൺമെൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ വർക്കിന് ആവശ്യമായിട്ടുള്ള 60% 70% കൊടുക്കും. ലാൻഡ് പിന്നെ ഗവൺമെൻറ് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർക്ക് നല്ല ജോബ് കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്. അതുപോലെ ഫെസിലിറ്റീസ്, എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികളെ കൊണ്ടുപോകാൻ ബസ് സർവീസ് കൊടുക്കുന്നുണ്ട്. നല്ല നല്ല സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം എഡ്യൂക്കേഷന് എല്ലാത്തരം ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ പ്രോത്സാഹനം ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എപ്പോഴും എഡ്യൂക്കേഷന് ഇവർ നല്ല വാല്യൂ കൊടുക്കുന്നൊരു രാജ്യമാണ്. കൂടെ കണ്ടില്ല, ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഈ റോഡ് സൈഡിലൊക്കെയാണ് പാർക്കിംഗ് വരുന്നത്. അപ്പോൾ നമ്മളെ പാർക്കിംഗ് ഏരിയകളെല്ലാം റോഡിനോട് ചേർന്നിട്ടുള്ള പാർക്കിങ്ങുകളാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ സ്ഥല സൗകര്യവും കാര്യം ഉണ്ടാവില്ല. മതിലിൻ്റെ ഉള്ളിലേക്ക് അത്ര സൗകര്യങ്ങളുണ്ടാവില്ല. മുറ്റം എന്ന് പറയുന്നത് അത്രയൊന്നും ഉണ്ടാവില്ല. അപ്പം വണ്ടി കയറ്റി ജസ്റ്റ് ഒന്ന് വെക്കാനുള്ളതുണ്ട്. അപ്പോൾ അത്രയും കൂടുതൽ വണ്ടികളുണ്ടാകും. അത് റോഡ് സൗകര്യം തന്നെ അവിടെ തന്നെ എന്ത് ചെയ്യുന്ന സിമൻറ്റ് കട്ടകൾ പാകിയിട്ട് അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നു. പാർക്കിംഗ് ഷെഡുകളൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കാനുള്ള അനുമതി കൊടുക്കുന്നുണ്ട്. കാരണം അത്രയും വണ്ടികളുണ്ട്, 5-10 വണ്ടികൾ ഒരു വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാർക്കിംഗ് ഫെസിലിറ്റി കുറഞ്ഞു വരുന്നൊരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവരിങ്ങനെ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതെല്ലാം അങ്ങനെയുള്ള ഏരിയകളാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ പാർക്കിംഗ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, പിന്നെ ഇവർ പാർക്കിംഗ് ഫെസിലിറ്റിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പാർക്കിംഗ് ഫെസിലിറ്റി കൊടുക്കുന്നതോട് കൂടിയിട്ട് അത് അത്രയും വണ്ടികൾ പാർക്ക് ചെയ്യാനും മറ്റും അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്ന് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ഫെസിലിറ്റി. ഇപ്പോൾ അതുപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള എല്ലാതരം ഒരു കണ്ടെയ്നർ വെക്കുന്നുണ്ട്. അത് വേസ്റ്റ് മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഒരു രാജ്യത്ത് ഇപ്പോൾ എന്താ ചെയ്യുന്നത്, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് അവർ ക്രമീകരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളത് ഇത്തരം കൺട്രികളിൽ നിന്ന് നമ്മളെന്താക്കേണ്ട പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഗവൺമെൻറ് എന്ന നിലയിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരെ സിറ്റിസൺസിൻ്റെ വെൽഫെയർ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ പല ഏരിയകളും റിമോട്ട് ഏരിയകൾ കണ്ടുപിടിച്ചിട്ടാണ് അവർ സെറ്റിൽമെൻറ്റ് നടത്തുന്നത്. ഈ സെറ്റിൽമെൻറ്റ് നടത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടൗൺഷിപ്പും കാര്യമൊക്കെ ആയിട്ട് മാറി വരികയാണ് ചെയ്യുന്നത്. പിന്നീട് അവരെ മാളുകൾ വരികയും അതുപോലെ തന്നെ മറ്റുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത്തരം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് നമ്മളെ ഗവൺമെൻറ്റുകൾ അത്രയൊന്നും ചെയ്യുന്നില്ല. കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നികുതി അടച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ കുറേ രാഷ്ട്രീയക്കാരും അഴിമതികളൊക്കെ വന്നിട്ട് എന്താണെന്ന് നമ്മുടെ നാട്ടിൻ്റെ ഈ കെടുകാര്യസ്ഥത നമുക്ക് വിളിച്ചു പറയേണ്ട. പക്ഷേ ഇവിടെ രാജഭരണമാണെങ്കിലും ഗവൺമെൻറ് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാതരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത്തരം ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യമില്ല. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരു വലിയ നേട്ടമായിട്ട് അവിടുത്തെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടാക്സ് അടക്കേണ്ട കാര്യം, വെള്ളം അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി എല്ലാം തന്നെ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നത്. കാരണം അതിന് ചാർജ് ഈടാക്കുന്നില്ല. അതുപോലെ പിന്നെ അവിടെയുള്ള ജോലിക്കാർക്കും അതിനുള്ള ഫെസിലിറ്റീസ് ചെയ്ത് കൊടുക്കുന്ന അത്രയും ഉണ്ട്.